നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 പ്രാചീന തമിഴകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഒരിടയ്ക്ക് PSC കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞു വെച്ചാൽ മതി. അതുപോലെ നമ്മൾ ബാക്കി ക്ലാസ്സുകളിലെ എല്ലാം സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ അക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അവിടെ നിഖിലാറ്റൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മുടെ 3 ലൈവ് ക്ലാസ്സുകളുണ്ട്. ഫ്രീ ലൈവ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അക്കാഡമിയിൽ. അതായത് 12th ലെവൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ് ഫോർ CPO, CEO, ഫയർമാൻ എക്സാംസിന് വേണ്ടിയാണ്. ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10 വരെ 6 PM തൊട്ട് 7:30 PM വരെയാണ്. മൺഡേ ടു ഫ്രൈഡേ ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്തോളൂ. നിങ്ങൾക്കൊരു മോഡൽ എക്സാം ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഫ്രീ ടെസ്റ്റ് ഉണ്ട്. ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ആണ്, ബൈ മൻസൂർ അലി സാറാണ്. നമുക്ക് എല്ലാ ഫ്രൈഡേസും രാത്രി 8 PM തൊട്ട് 8:30 PM വരെയാണ്. 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ആണ്. മാക്സിമം എല്ലാവരും ഇതും എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രാചീന തമിഴകം എന്നാണ്. 5ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ പ്രാചീന തമിഴകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നന്നങ്ങാടികൾ എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം നന്നങ്ങാടികൾ എന്താണ്. മരിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വലിയ കലത്തിൽ അടക്കം ചെയ്യുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ആ ഒരു കലത്തിനാണ് എന്തു പറയുന്നത്, നന്നങ്ങാടി എന്ന് പറയുന്നത്. പഴയ കാലത്ത് മരിച്ചവരെ അടക്കിയിരുന്ന കലമാണ് നന്നങ്ങാടികൾ. അതൊന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ നന്നങ്ങാടികൾ മണ്ണിൽ കുഴിച്ചിട്ട ശേഷം അതിന് മീലെ വലിയ ശിലകളൊക്കെ നാട്ടിവെക്കുന്ന ഒരു ഇടപാടോടെ ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഈ ഒരു ശിലകളാണെങ്കിൽ പല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് കൽവളയം, സ്റ്റോൺ സർക്കിൾ, കന്മേശ, അതുപോലെ കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്, ഇവയെല്ലാം ഒരു സ്മാരക രൂപങ്ങൾ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം. മുനിയറ, അതുപോലെ തന്നെ തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്, ഇവയെല്ലാം പ്രധാന സ്മാരക രൂപങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്മാരക രൂപങ്ങളാണിവ. അപ്പോൾ ഇവയൊക്കെ എങ്ങനെ പറയുന്നു, മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം അതൊരു ശിലാ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന സ്മാരകങ്ങളാണല്ലേ. അതുകൊണ്ട് ശിലകൾ കൊണ്ട് നിർമ്മിതമാണ് താനും. അതുകൊണ്ട് അവയെ എങ്ങനെ വിളിക്കുന്നു, മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒരു മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് മഹാശിലാ കാലഘട്ടം. അപ്പോൾ മഹാശിലാ സ്മാരകങ്ങൾ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഏതാണ്, അത് മെഗാലിത്തിക് ഏജ് അഥവാ മഹാശിലാ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കിപ്പോൾ അറിവുകൾ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് പഴന്തമിഴ് പാട്ടുകളും അതുപോലെ പഴയ കാലത്തെ നാണയങ്ങളും അതുപോലെ സഞ്ചാരക്കുറിപ്പുകളും അതുപോലെ തമിഴ് ലിപിയിൽ അല്ലെങ്കിൽ തമിഴ് ഭാഷയിൽ എഴുതിയേക്കുന്ന ചില ലിഖിതങ്ങളുമാണ് ഈ ഒരു പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ, അതുപോലെ പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ലിഖിതങ്ങൾ, അതൊക്കെയാണ് ഈ പ്രാചീന തമിഴകം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇമേജസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. കുടക്കല്ല് എങ്ങനെയാണ്, ഇങ്ങനെ കുട പോലെ ഇരിക്കുന്നതാണ്. അതുപോലെ കന്മേശകൾ, മേശ പോലെ കിടക്കുന്നതുണ്ട്. അതുപോലെ കൽത്തൊട്ടി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകല്ല്, ഇതൊക്കെ ആ ഒരു കാലത്തെ മഹാശിലാ സ്മാരകങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത തരം ഇരുമ്പുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വാൾ, കുന്തം, കത്തി, അതുപോലെ വിളക്ക്, ആണികൾ, ചൂണ്ടക്കൊളുത്ത്, വിളക്കുകാൽ, അങ്ങനെ ഇരുമ്പ് കൊണ്ടുള്ള പല വസ്തുക്കളും ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം നമ്മുടെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലാണെങ്കിൽ ഇരുമ്പ് യുഗം അഥവാ അയൺ ഏജ് എന്ന് കണക്കാക്കാറുണ്ട്. അപ്പോൾ മഹാശിലാ സ്മാരക കാലഘട്ടമുണ്ടല്ലോ, അതായത് മഹാശിലാ കാലഘട്ടത്തിൽ തന്നെ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതായിട്ടും തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ എന്ത് വിളിക്കുന്നത്, ഇരുമ്പ് യുഗം അഥവാ അയൺ ഏജ് എന്ന് കണക്കാക്കുന്നത്. അതുപോലെ മഹാശിലാ സ്മാരകങ്ങൾ, അതുപോലെ ഇരുമ്പ് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, മുത്തുകൾ എന്നീ വസ്തുക്കളും ഈ ഒരു സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു കാലഘട്ടത്ത് റോമൻ വ്യാപാരികളുമായിട്ടുള്ള കച്ചവടവും ഇന്ത്യയിലുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ചില റോമൻ സ്വർണ്ണ നാണയങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ മൺപാത്രങ്ങളാണെങ്കിൽ അത് അകം കറുത്തതും പുറം ചുവന്നതും, അപ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയാം, അങ്ങനെയുള്ള മൺപാത്രങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ
മഹാശിലാ സ്മാരകങ്ങൾ പറഞ്ഞു. അതുണ്ടായിരുന്ന കാലഘട്ടമാണ് മഹാശിലാ കാലഘട്ടം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതുപോലെ നമ്മളത് ഇരുമ്പ് യുഗമാണെന്ന് പറയാൻ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞു. തെളിവുകൾ കിട്ടുന്നത് കൂടുതലും പഴന്തമിഴ് പാട്ടുകൾ, തമിഴ് ലിഖിതങ്ങൾ, അതുപോലെ ഈ മഹാശിലാ സ്മാരകങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു തെളിവുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇരുമ്പ് ഉപകരണങ്ങളോടൊപ്പം തന്നെ മൺപാത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണെങ്കിൽ അത് അകം കറുത്തതും പുറം ചുവന്നതുമായുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് വെയേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ, തെക്കേ ഇന്ത്യയിൽ എവിടേക്കാണ് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മറയൂർ PSC ഒരിടയ്ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മറയൂർ ആൻസർ വന്നിട്ടുണ്ട്. അതുപോലെ കൊടുമണൽ, അളകരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, അതുപോലെ ആദിച്ചനെല്ലൂർ, ചെറുമനങ്ങാട്, ഉമിച്ചിപ്പൊയിൽ, ഇവയെല്ലാം അതിൽ പ്രധാനപ്പെട്ടവയാണ്. നമുക്കറിയാവുന്ന സ്ഥലമാണെങ്കിൽ ഇത് മറയൂറും അതുപോലെ പഴനിയുമുള്ള അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. കൊടുമണൽ, അതുപോലെ അളകരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറുമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുള്ള തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങളുടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. അതോടെ ജസ്റ്റ് ഒന്ന് നോക്കുക. വാള്, അതുപോലെ ശൂലം, അതൊക്കെയാണ് കൂടുതലും ഇരുമ്പ് ഉപകരണങ്ങൾ വരുന്നത്. ഇനി അതായത് അകത്ത് കറുത്തതും പുറത്ത് ചുവന്നതുമായ പാത്രങ്ങൾ, കരിച്ചുവപ്പ് പാത്രങ്ങൾ, അതുപോലെ ആദിച്ചനെല്ലൂരിലെ ഉത്ഖനന പ്രദേശങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കൊടുമണലിൽ നിന്ന് കണ്ടെത്തിയ കല്ലറ. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ട. മഹാശില കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണെങ്കിൽ ആദിച്ചനെല്ലൂർ ഓർത്ത് വെക്കണം. കൊടുമണലും ഒന്ന് അറിഞ്ഞു വെക്കുക, കാരണം അതിൻ്റെ ഇമേജസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊന്ന് അറിഞ്ഞു വെക്കാം. അടുത്ത സംഘം കൃതികൾ എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം മഹാശിലാ സ്മാരകങ്ങൾ, അതുപോലെ പഴന്തമിഴ് പാട്ടുകൾ, അതൊക്കെയാണ് മഹാശിലാ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ നൽകിയത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട അതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പഴന്തമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ടതും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന തമിഴകം, പ്രാചീന കാലത്ത് തമിഴകം എവിടെ മുതൽ ഇവിടം വരെയായിരുന്നു? അത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളായിരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം, അത് കേരളമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തമിഴകം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? അത് പഴന്തമിഴ് പാട്ടുകളാണ്. ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പഴന്തമിഴ് പാട്ടുകളാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ പഴന്തമിഴ് പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യമാണെങ്കിൽ അത് സംഘസാഹിത്യമാണ്. അതും അത് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ പഴന്തമിഴ് പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യമാണെങ്കിൽ അത് സംഘസാഹിത്യമാണ്. നമ്മുടെ മലയാളം സാഹിത്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബേസിൽ നിന്നാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ ഏത് സാഹിത്യത്തിലായിരുന്നു? അത് സംഘസാഹിത്യത്തിലായിരുന്നു. അപ്പോൾ ഈ സംഘസാഹിത്യം എന്ന് വെച്ചാൽ അത് ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം എന്ന് പറയാം. BCE 300-നും CE 300-നും, അതായത് ബിഫോർ കോമൺ ഇറ 300-നും, നമ്മൾ ഈ AD എന്ന് പറയുന്നതിനാണ് നമ്മൾ CE എന്ന് പറയുന്നത് കേട്ടോ. കോമൺ ഇറ 300-നും ഇടയിലാണ് ഇവയൊക്കെ എഴുതപ്പെട്ടത്. ഈ ഒരു സംഘസാഹിത്യം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ പഴന്തമിഴ് പാട്ടുകൾ രചിച്ചിരിക്കുന്ന സംഘസാഹിത്യത്തിലാണ്. അതുപോലെ നമ്മൾ തമിഴ് എന്ന് പറയുന്ന ആ ഒരു പ്രാചീന തമിഴകം എവിടെ തൊട്ട് എവിടെയാണെന്ന് വരെ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയാണ്. അത് കേരളം കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണെന്ന് പറഞ്ഞു. BCE 300 മുതൽ CE 300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെ സമാഹരിക്കപ്പെട്ടത്. അതുപോലെ ചില കൃതികളിലെ വരികളൊക്കെ തന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ പഠിച്ചു വെക്കുന്നത് സംഘകാലഘട്ടത്തിലെ പ്രധാന കവയിത്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. പദശുദ്ധിയിൽ നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ആണെങ്കിൽ ഔവയാറാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ആരാണ്? ഔവയാറാണ്. അതുപോലെ ആ ഒരു സമയത്ത് ഔവയാറിനെ പോലെ തന്നെ മറ്റു നിരവധി സ്ത്രീകൾ സാഹിത്യ മേഖലയിലുണ്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട കവയിത്രി ആരാണ് ചോദിച്ചത്? ഔവയാറാണ്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാന കവികളാണെങ്കിൽ കപിലർ, പരണർ, മധുരൈ നക്കീശൻ, അതുപോലെ പാലൈ ഗൗതമനാർ എന്നിവരൊക്കെ പ്രധാനപ്പെട്ട ഈ പറയുന്ന കവികളായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? കപിലർ, അതുപോലെ പരണർ, മധുരൈ നക്കീരൻ, അതുപോലെ തന്നെ പാലൈ ഗൗതമനാർ, ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാന കവികളായിരുന്നു. അതൊന്ന് ഓർത്തു വയ്ക്കുക. അവർ പല കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ആ ഒരു കൃതികൾ പറയുകയാണെങ്കിൽ പത്തുപ്പാട്ട്, അതായത് 10 പാട്ടുകളുടെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു വിഭാഗത്തിലെ കൃതികളാണ്.
വരുന്നതാണ്. അത് മധുരൈ കാഞ്ചി, പത്തുപാട്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. മധുരൈ കാഞ്ചി പഠിച്ചു വെക്കണം. അതുപോലെ തിരുമുരു കാറ്റുപടൈ, അത് നമ്മൾ അധികം കേൾക്കാറില്ല. മധുരൈ കാഞ്ചി ഓർത്ത് വയ്ക്കുക, പത്തുപാട്ട് വിഭാഗത്തിൽ വരുന്നതാണ്. അതുപോലെ എട്ടുതൊകൈ വരുന്നതാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, അതൊക്കെ എട്ടുതൊകൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അതുപോലെ 11 കീഴ്ക്കണക്കിൽ വരുന്നതാണ് തിരുക്കുറൽ, മുതുമൊഴി കാഞ്ചിയൊക്കെ. അപ്പോൾ തിരുക്കുറലാണെങ്കിൽ 11 കീഴ്ക്കണക്കിൽ വരുന്നതാണ്. പിന്നെ വ്യാകരണ ഗ്രന്ഥം, അത് എപ്പോഴും PSC പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ്. അത് തോൽക്കാപ്പിയമാണ്. ഓക്കെ, തമിഴ് വ്യാകരണ ഗ്രന്ഥം ഏതാണ്? അത് തോൽക്കാപ്പിയമാണ്. ഇനി മഹാകാവ്യങ്ങളിൽ പെടുന്നതാണ് ചിലപ്പതികാരം, മണിമേഖല. അപ്പോൾ മഹാകാവ്യം, തമിഴ് മഹാകാവ്യം എന്ന് ചോദിച്ചാൽ അത് ചിലപ്പതികാരം, മണിമേഖലയാണ്. അപ്പോൾ പത്തുപാട്ടാണെങ്കിൽ അത് മധുരൈ കാഞ്ചി പഠിച്ചു വയ്ക്കാം. എട്ടുതൊകൈ ആണെങ്കിൽ അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് പഠിച്ചു വയ്ക്കാം. അതുപോലെ 11 കീഴ്ക്കണക്കാണെങ്കിൽ തിരുക്കുറൽ. അതുപോലെ വ്യാകരണ ഗ്രന്ഥമാണെങ്കിൽ തോൽക്കാപ്യം. തിരുക്കുറലാണ് ഈ പറയുന്ന തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം, മണിമേഖല. അടുത്തത് ഈ പറയുന്ന പഴന്തമിഴ് പാട്ടുകളെ നമ്മൾ പറഞ്ഞല്ലോ, അകം പാട്ടുകൾ, പുറം പാട്ടുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അകം പാട്ടുകൾ എന്ന് വെച്ചാൽ ഒരു കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അകം പാട്ടുകൾ. പുറം പാട്ടുകളാണെങ്കിൽ യുദ്ധം, കച്ചവടം, ഇവയെക്കുറിച്ചൊക്കെ പറയുന്നത് പുറം പാട്ടുകളാണ്. അതൊന്ന് ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കുക. അകം പാട്ടാണെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പുറം പാട്ടുകളാണെങ്കിൽ അതെന്താണ്? അത് യുദ്ധം, കച്ചവടം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ സംഘം കൃതികളിൽ എന്തിനെക്കുറിച്ചാണ് കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആ ഒരു പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതി, വിഭവ സമൃദ്ധി, ആഹാര രീതി, ആടയാഭരണങ്ങൾ, വിനോദങ്ങൾ, സഞ്ചാരങ്ങൾ, അതുപോലെ ആചാരങ്ങൾ, പ്രധാന തൊഴിലുകൾ, വിശ്വാസങ്ങൾ, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഈ സംഘം കൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളെ പഠിക്കാൻ കൂടുതൽ നമ്മളെ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചത് സംഘം കൃതികളാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിലെ ഭൂപ്രകൃതി, വിഭവ സമൃദ്ധി, ആഹാര രീതി, ആടയാഭരണങ്ങൾ, വിനോദങ്ങൾ, ആചാരങ്ങൾ, തൊഴിലുകൾ, വിശ്വാസങ്ങൾ, അവയെല്ലാം സംഘം കൃതിയിൽ ഉണ്ടായിരുന്നു. അടുത്തത് പ്രാചീന കാലത്തെ സാമൂഹിക ജീവിതം, നമ്മളത് പഠിച്ചു വെക്കേണ്ടതാണ്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. തിണകൾ, അല്ലേ, അത് പഠിച്ചു വെക്കണം. തിണകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ 5 തിണകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് കുറിഞ്ചി. കുറിഞ്ചി നമുക്കറിയാം, കാട്, മല. അപ്പോൾ നീലക്കുറിഞ്ഞി ഉണ്ടാകുന്നത് എവിടെയാണ്? കാട്ടിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അവരാണെങ്കിൽ കാടും മലയായതുകൊണ്ട് തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നു, വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. അതുപോലെ പുനം കൃഷിയിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. പുനം കൃഷി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലം വെട്ടിത്തെളിച്ച് തീയിട്ട് കത്തിച്ച് അവിടെ കൃഷി ചെയ്യുന്നതാണ് പുനം കൃഷി. അതുപോലെ തന്നെ ഈ കാട് മലകളൊക്കെ ആകുമ്പോൾ അവിടെ കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്, അല്ലേ. കൂടുതലും പർവ്വത പ്രദേശങ്ങളിലാണ് കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്. അതുപോലെ അടുത്തതാണ് മുല്ലൈ. അടുത്തതിനെയാണ് മുല്ലൈ. അവിടെയെന്ന് വെച്ചാൽ അത് പുൽമേടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. ഓർത്തു വയ്ക്കുക. അപ്പോൾ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ കന്നുകാലികളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വെഡ്ചി എന്നറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മുല്ലയാണെങ്കിൽ അവർ കൂടുതലും ഈ പറഞ്ഞ കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളാണ് അവിടെ ജീവിച്ചിരുന്നത്. പുൽമേടുകളായിരുന്നു. അതുപോലെ ഈ കാലി സമ്പത്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തിണയിലുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരിൽ നിന്ന് കാലി സമ്പത്ത് പിടിച്ചെടുക്കുമായിരുന്നു. അതിനാണ് വെഡ്ചി എന്ന് പറയുന്നത്. ഇനി പാലൈ എന്ന് പറയുന്ന വരണ്ട പ്രദേശമാണ്. അവിടെ എന്താണ് കൂടുതലും കവർച്ചക്കാരായിരുന്നു. കൂടുതൽ കവർച്ചക്കാരുടെ മേഖലയായിരുന്നു പാലൈ. കാരണം വരണ്ട പ്രദേശമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മരുതം. മരുതം എന്ന് വെച്ചാൽ നെല്ല്, കരിമ്പ് കൃഷി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് മരുതം, അല്ലേ. ആ ഒരു സമയത്ത് കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നെല്ല്, കരിമ്പ് തുടങ്ങിയ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളാണ് മരുതം. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ മീൻ പിടിക്കൽ, ഉപ്പുണ്ടാക്കൽ, അതൊക്കെ ചെയ്തിരുന്ന നെയ്തൽ പ്രദേശത്താണ്. നെയ്തൽ എന്ന് പറയുന്ന തിണയിലാണ്. അത് കൂടുതലും തീരദേശമായിരുന്നു നെയ്തൽ, അല്ലേ. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കൽ, ഉപ്പുണ്ടാക്കലൊക്കെ ആയിരുന്നു. അവിടെ ഉപ്പളമൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പളത്തിനാണ് പടന്ന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കടൽ വെള്ളം വറ്റിച്ചവർ ഉപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ പുനം കൃഷി എന്താണ് നമ്മൾ പറഞ്ഞു? പുറനാനൂറിൽ കൊല്ലിമലയിലെ കാട് വെട്ടിച്ചുട്ട് കൃഷി ചെയ്തതായി പറയുന്നുണ്ട്. പുറനാനൂറിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾ ഈ ഒരു പുനം കൃഷി ചെയ്യാറുണ്ട്. അതായത് കാട് വെട്ടി തീയിട്ട് മാറ്റിയിട്ട് അവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ.
അതുപോലെ കറിപ്പടപ്പൈ എന്താണ്? കുരുമുളകിനാണ് കറിപ്പടപ്പൈ എന്ന് പറയുന്നത്. അതായത് കുറിഞ്ചിയിൽ നമ്മൾ പറഞ്ഞു, കുറിഞ്ചി എന്ന് പറയുന്ന തിണയിലെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അവിടെ നട്ടുണ്ടാക്കുന്ന കുരുമുളകാണ് കറി പടപ്പൈ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് കുരുമുളകാണെങ്കിൽ നമ്മൾ കറി എന്ന് പറയും, കുരുമുളക് തോട്ടങ്ങളെ പടപ്പൈ എന്ന് പറയും, അതാണ് കറിപ്പടപ്പൈ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് പഴന്തമിഴ് പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് ഒരു കാട്ടുവിളയാണെന്ന് പ്ലിനി ഉൾപ്പെടെ വിദേശ സഞ്ചാരികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറിഞ്ചിയിൽ ഈ ഒരു കുരുമുളക് നട്ടുണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ കറി ആണെങ്കിൽ കുരുമുളക്, പടപ്പയാണെങ്കിൽ തോട്ടം. അതൊന്ന് അറിഞ്ഞു വെക്കാം. അടുത്തത് ഉപ്പളത്തിൻ്റെ ഒരു ഇമേജ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു. അതിനാണ് ഞൊടുത്തൽ എന്ന് പറയുന്നത്. അതായത് കൂടുതലും ഈ ചന്തകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വനവിഭവങ്ങളും അതുപോലെ ഈ തീരപ്രദേശങ്ങളിലെ വിഭവങ്ങൾ, നെല്ല്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമായിരുന്നു അല്ലേ. അതിനാണ് ഞൊടുത്തൽ എന്ന് പറയുന്നത്. ആ ഒരു പേരറിഞ്ഞു വെക്കാൻ, ഞൊടുത്തൽ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അങ്ങാടികൾ അഥവാ ചന്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്തിച്ചന്തയുണ്ട്, രാവിലത്തെ ചന്തയുണ്ട്. രാവിലത്തെ ചന്തയാണെങ്കിൽ അതിന് നാളങ്ങാടി എന്ന് പറയുന്നു. അതുപോലെ അന്തിച്ചന്തയാണെങ്കിൽ അല്ലലാവണം എന്ന് പറയുന്നു. അല്ലലാവണം, അതാണ് അന്തിച്ചന്ത. അന്തിച്ചന്തയാണ് അല്ലലാവണം. പുലർച്ചെയുള്ള ചന്തയാണെങ്കിൽ, രാവിലത്തെ ചന്തയാണെങ്കിൽ നാളങ്ങാടി എന്ന് പറയുന്നു. ഓക്കെ. അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ഏതാണ്? ചക്കയാണ്. വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, പഴന്തമിഴ് പാട്ടിൽ എന്താണ് പറയുന്ന പ്രധാന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചത്, അത് ചക്കയാണ്. അതുപോലെ തന്നെ കുറിഞ്ചി, ആ ഒരു നമ്മൾ പറഞ്ഞു പർവ്വത പ്രദേശങ്ങളിലുള്ള ആ ഒരു തിണയ്ക്കാണ് നമ്മൾ കുറിഞ്ചി എന്ന് പറയുന്നത്. അവിടെ ചക്ക ഭയങ്കര സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഉപ്പ് ഒരു പ്രധാന കൈമാറ്റ വിഭവമാണ് അല്ലേ, ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് കച്ചവടം, ഈ ഒരു ഉമണർ എന്ന് പറയുന്ന കച്ചവട സംഘമാണ് ഈ പറഞ്ഞ ഉപ്പ് കൈമാറ്റം ചെയ്തിരുന്നത്. ഉപ്പ് കൈമാറ്റം ചെയ്തിരുന്നത് ഉമണറാണ്. അതുപോലെ തന്നെ യുമണർ വഴിയാണ് പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവങ്ങളായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിനിമയവും നടന്നിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു അവർ? ഉമണർ എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന നെയ്തൽ പ്രദേശം, തീരപ്രദേശങ്ങളിൽ നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റു ദിനങ്ങളിൽ ഈ പറയുന്ന വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, അതായത് കൂടുതലും കുറിഞ്ചി പ്രദേശങ്ങളിൽ നിന്ന് അല്ലേ വനവിഭവങ്ങൾ ഇവയൊക്കെ ശേഖരിക്കുന്നു. അങ്ങനെ വിനിമയം നടത്തിയിരുന്ന ആൾക്കാരാണ് ഉമണർ എന്ന് അറിയപ്പെട്ടത്. ഉമണർ എന്ത് ചെയ്യുന്നു? നെയ്തൽ പ്രദേശങ്ങളിൽ നിന്ന് ഉപ്പ്, ഉണക്കമീൻ മേടിക്കുന്നു. അതുപോലെ തന്നെ കുറിഞ്ചി പ്രദേശങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതുപോലെ കുരുമുളക്, വനവിഭവങ്ങൾ ഇവയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഉമണർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ വേനൽക്കാലത്താണ് ഇങ്ങനെയൊരു സംഭവം കൈമാറ്റം നടന്നിരുന്നത്. കാരണം എന്താണ്? ആ ഒരു സമയത്ത് വിളവെടുപ്പ് കാലം, മഴ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ എന്താണ് ഉപ്പുണ്ടാക്കുന്നതും ഉണക്കമീൻ ഉണ്ടാക്കുന്നതും വേനൽക്കാലത്താണ്. അതൊക്കെയാണ് അതിന് കാരണമായത്. അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ത് ചെയ്തു? കടൽ തീര പട്ടണങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ വിറ്റിരുന്നു. അവിടെ നിന്ന് അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന റോമൻ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. അപ്പോൾ റോമാക്കാർ എന്ത് ചെയ്യുന്നു? പ്രാചീന തമിഴകത്തിൽ നിന്നും കൂടുതലായിട്ടും കുരുമുളക്, അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ എത്തുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പട്ടണം ഉത്ഖനനം, അത് എവിടെയാണെന്ന് PSC വെച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് ഉത്ഖനനം നടന്നിട്ടുണ്ട്. കാരണം പ്രാചീന തമിഴകത്തിന് റോമും അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഖനനമാണ് അവിടെ നടക്കുന്നത്. അവിടെ നിന്നാണ് ഈ ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ, റോമൻ ഗ്ലാസുകൾ എന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പട്ടണം ഉത്ഖനനമാണെങ്കിൽ അത് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്താണ് നടക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ആരാണ് മൂവേന്തന്മാർ? അതായത് 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അതായത് പ്രാചീന തമിഴകത്തെ 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ, അതാണ് ചേരർ, പാണ്ഡ്യർ, ചോളർ. ഇവരെ 3 പേരെയും കൂടിയാണ് മൂവേന്തന്മാർ എന്ന് വിളിച്ചിരുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. മൂവേന്തന്മാർ എന്ന് വെച്ചാൽ ചേരർ, പാണ്ഡ്യർ, ചോളർ എന്നവരാണ്. ചേരന്മാരുടെ തലസ്ഥാനം ഏതാണ്? അത് മുജിരിയാണ്, മുസീരീസ് എന്ന് പറയാം. പാണ്ഡ്യന്മാരുടേത് മധുരയാണ്, ചോളന്മാരുടേത് ഉറയൂരാണ്. ഓർത്തു വെക്കുക. അപ്പോൾ ചേരന്മാരുടെ തലസ്ഥാനം മുജിരി, പാണ്ഡ്യന്മാരുടേത് മധുരൈ, ചോളന്മാരുടേത് ഉറയൂരുമാണ്. ഓർത്തുവയ്ക്കുക. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാന തുറമുഖ പട്ടണങ്ങളാണെങ്കിൽ മുജിരി, തൊണ്ടി, വാഗൈ, മാന്തൈ, കാവേരി പട്ടണമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പ്രധാന തുറമുഖ പട്ടണമായിരുന്നു. അപ്പോൾ പഠിച്ചു വയ്ക്കേണ്ട മൂവേന്തന്മാരാണെങ്കിൽ ചേരന്മാരുണ്ട്, തലസ്ഥാനം മുജിരിയാണ്. പാണ്ഡ്യന്മാരാണെങ്കിൽ മധുരയാണ്. ചോളന്മാരാണെങ്കിൽ അത് ഉറയൂരാണ്. അതൊന്ന് ഓർത്തുവയ്ക്കുക. അതായത് ഇവിടെ പ്രധാനപ്പെട്ട പ്രാചീന തമിഴകത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് തുറമുഖങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്കിലും പഠിച്ചു വെക്കണം. മുജിരി, അതുപോലെ മധുരൈ, ഉറയൂർ, കാവേരി പട്ടണം, ഇതെല്ലാം പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു. മുജിരി, മധുരൈ, ഉറയൂർ, കാവേരി പട്ടണം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി മുമ്പത്തെ ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്കിനി 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് കൂടിയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുകൂടെ നമ്മൾ താമസിക്കാതെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.